ശ്രീമദ് ദേവി ഭാഗവതം 16-ാം അധ്യായം തുടർച്ച. സൂതൻ: ഈ വിധം ശ്രീശുകന്നുമെനിക്കുമിപ്പാവന പുരാണം ബാദരായണൻ വിസ്തരിച്ചുപദേശിച്ചതുവഴിക്കസ്തശംഖം ഗ്രഹിച്ചിതു ഞാനുമേ. ആശ്രമത്തിലിരുന്നു കൊണ്ടങ്ങനെ ശ്രീശുകൻ പുരാണത്തെ പഠിക്കലും സൗഖ്യമേതുമക്കർമ്മം നിമിത്തമായി ഉൾക്കളത്തിലിയന്നീല പുണ്യവാൻ. മൂകനെന്ന പോലാളൊഴിഞ്ഞുള്ളിടത്തേകനായി ചെന്നിരുന്നിടും മൗനമായി ഒട്ടുമാഹരിക്കാതെ വൻചിന്തയിൽ പെട്ടുപോക്കും സമയമധികവും. ഏവമസ്വസ്ഥവൃത്തിയാം പുത്രൻ്റെ ഭാവരീതികൾ കണ്ടു പാരാശരി വായിക്കുമുത്കണ്ഠയോടു ചോദിക്കയായി, ഈ കണക്കാവതെന്തടോ നന്ദന? നീ കടം കൊണ്ട നിസ്വനെപ്പോലവേ വ്യാകുലപ്പെടാനെന്തൊരു സംഗതി? താതനീ ഞാനിരിക്കവെ താവക ചേതസി വേണ്ട ചിന്തകളൊന്നുമേ ദുഃഖമേലാതെ ഇച്ഛാനുരൂപമാം സൗഖ്യമേതതിൽ തന്നെ രമിക്കുക. ആകമോക്തമാം ജ്ഞാനമാർഗത്തെ നീ സ്വാഗതം ചെയ്യുക വിജ്ഞാനബുദ്ധിയായി. സന്മനഃശാന്തി മാമക വാക്കുകൊണ്ടൻ മകൻ ഉദിക്കുന്നതില്ലെങ്കിലോ വെക്കമെത്തുക നീ മിഥിലാപുരം കാക്കുമജ്ജനകൻ്റെ യുപാന്തികം. ചിത്തമോഹമകറ്റും സമസ്തവും സത്യവാൻ ധർമ്മനിഷ്ഠനഭൂപതി തൽസമീപമണഞ്ഞുടൻ തീർക്കുക വത്സ വാച്ചിടും സന്ദേഹമൊക്കെയും. ബ്രഹ്മവിത്തമൻ യോഗി വംശപ്രഭു സമ്മതൻ ജീവൻ മുക്തനാം രാജർഷി അമഹായോഗിയോടു വർണ്ണാശ്രമധർമ്മമെവണ്ണമെന്നു ചോദിക്കുക. വ്യാസനോദിയ വാക്കിതരണിജൻ ശ്രീശുകൻ കേട്ടു ചൊല്ലിത്തുടങ്ങിനാൻ. സത്യമോതാത ജീവിച്ചിരിക്കവേ മുക്തനായവൻ രാജ്യം ഭരിക്കയോ? ദേഹബുദ്ധിയകന്നവനെങ്ങനെ സ്നേഹപൂർവം ഭരിക്കും ധരിത്രിയേ? നിശ്ചയം വിദേഹൻ ഭൂഭരിക്കുവോന അച്യുതൻ മകനെന്ന പോലായി വരാം. വായ്പതുണ്ടിതു കേട്ടെനിക്കത്ഭുതമാ പ്രജേശനെ കാണുവാനാശയും എൻ പിതാവേ. വിദേഹനവങ്കൽ മേ സാമ്പ്രതമുണ്ടു സംശയമെത്രയും. ബൗദ്ധജാതികൾ വിശ്വസിക്കുന്ന പോൽ മുക്തി വേറെയുന്നുണ്ടോ മഹാമതേ? കർമ്മബുദ്ധിയില്ലാതെ കർമ്മിപ്പതും ഭോക്തൃബുദ്ധിയില്ലാതെ ഭുജിപ്പതും പാർക്കിലെങ്ങനെ ഇന്ദ്രിയവ്യാപ്തിയൊക്കെയും ഒന്നുപോലുപേക്ഷിപ്പതും. തായ പെങ്ങൾ തനയൻ തുടങ്ങിയതായ ഭിന്നമാം ഭാവനാവൃത്തികൾ അറ്റുപോവാതെ വണ്ണം അവയ്ക്കൊരു പറ്റുവന്നാകിൽ മുക്തിയുമെങ്ങനെ? അപ്പടി ശീതമുഷ്ണം സുഖാസുഖം ഉപ്പൊരിപ്പുളി തൊട്ട ഭേദങ്ങളും കേവലമറിയുന്നവനെങ്ങനെ കൈവരും ജീവൻ മുക്തി കൃപാംബുധേ? ബിന്ദുശത്രുവിഷ്ടാനിഷ്ടമീവക ചിന്ത കൈവിടാൻ
രാജാവിനൊക്കുമോ? കള്ളനെയും മുനിയെയും ഒന്നുപോലുള്ള ബുദ്ധിയാൽ കാണുമോ ഭൂപതി? എത്തിയില്ലൈക്യ ഭാവനയെങ്കിലോ മുക്തിയുണ്ടായി വരുന്നവാറെങ്ങനെ? കണ്ടതില്ല വന്നാളം വിദേഹനെ പണ്ടു ഞാനതുകൊണ്ടുമേ സംശയം. സക്തി ഗാർഹസ്ഥ്യവൃത്തിയിൽ കൊള്ളുവോൻ മുക്തനായി വന്നതെത്രയും വിസ്മയം. ആകയാൽ ജനകനെ കാണുവാൻ പോകയാണു മിഥിലാപുരിക്കു ഞാൻ. വ്യാസോപദേശം 16-ാം അധ്യായം കഴിഞ്ഞു.